വടകര താലൂക്ക് ഓഫീസ് തീവെപ്പ് കേസിൽ ഹൈദരാബാദ് സ്വദേശിയായ പ്രതി നാരായണ സതീഷിനെ വെറുതെ വിട്ട് കോടതി. വടകര തീവെപ്പ് ഉൾപ്പെടെ 4 കേസുകളിൽ നിന്നും സതീഷിനെ കോടതി കുറ്റവിമുക്തനാക്കി. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് കോടതി കണ്ടെത്തി. വടകര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഈ വിധി. അഭിജിത്ത് മുഴക്കുന്ന് നൽകും കോഴിക്കോട് നിന്നും ഇതിന്റെ വിശദാംശങ്ങൾ. അന്ന് ഈ സംഭവം നടന്ന സമയങ്ങളിൽ അത് വലിയ വാർത്തയായതാണ്, വിവാദമായതാണ്. ഇപ്പോൾ ഈ പ്രതിയെ വെറുതെ വിടുന്ന കോടതി, തെളിവുകളില്ല എന്ന് കോടതി പറയുകയാണല്ലേ? തീർച്ചയായും പ്രജിൻ, പ്രതി ഈ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ വിലയിരുത്തൽ. വടകര അസിസ്റ്റന്റ് സെഷൻസ് കോടതിയുടേതാണ് ഈ ഒരു കണ്ടെത്തൽ. ഏതായാലും 2021 ഡിസംബർ 17 നടന്ന ഈ സംഭവം വലിയ വാർത്തയായിരുന്നു. കാരണം വടകര താലൂക്ക് ഓഫീസ് പൂർണ്ണമായും ഈ തീപിടുത്തത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ നാമാവശേഷമാകുന്ന ഒരു കാഴ്ചയായിരുന്നു, ഒരു സംഭവമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അന്ന് ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഫയലുകൾ കത്തുന്ന ഒരു സ്ഥിതിയുണ്ടായി. അന്ന് ഇയാളിലേക്ക്, അതായത് ഈ നാരായണ സതീഷ് എന്ന ഹൈദരാബാദ് സ്വദേശിയിലേക്ക് പോലീസ് എത്തിയത് CCTV തെളിവുകൾ, ഒപ്പം തന്നെ ചില എഴുത്തുകൾ, അതായത് ചുവരിലെ ചില തെലുങ്ക് ഭാഷയിൽ എഴുതിയ എഴുത്തുകളിലൂടെയൊക്കെ ആയിരുന്നു. അന്ന് ഈ വടകര താലൂക്ക് ഓഫീസ് കൂടാതെ DO ഓഫീസ്, അതുപോലെ തന്നെ LANH ഓഫീസ്, എഡോഡിയിലെ ഒരു സ്വകാര്യ കെട്ടിടം, ഈ 3 സ്ഥലങ്ങളിൽ കൂടി സമാനമായ രീതിയിൽ തീപിടുത്തമുണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളിലൊക്കെ, അതായത് വടകര താലൂക്ക് ഓഫീസ് ഉൾപ്പെടെ ഈ 3 സ്ഥലങ്ങളിൽ ഉൾപ്പെടെ തീവച്ചത് ഈ നാരായണ സതീഷ് ആയിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇതിനുശേഷം പോലീസ് ഈ CCTVകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ CCTVകളെ തെളിവുകളായി സ്വീകരിച്ചുകൊണ്ടാണ് ഇയാൾക്കെതിരെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. ഇത് പരിശോധിച്ച ശേഷമാണ് നിലവിൽ കോടതി ഈ ഒരു ഉത്തരവിലേക്ക്, ഈ ഒരു വിധിയിലേക്ക് എത്തുന്നത്. ഈ CCTVയിൽ കണ്ടത് നാരായണ സതീഷ് ആണ് എന്ന് സ്ഥാപിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കോടതിയുടെ ഒരു കണ്ടെത്തൽ. നേരത്തെ തന്നെ ഈ വടകര താലൂക്ക് ഓഫീസിന് മുൻവശത്ത് ഈ നാരായണ സതീഷ് കിടന്നുറങ്ങാറുണ്ട് എന്നും അന്ന് ഈ തണുപ്പ് മാറ്റുന്നതിന്റെ ഭാഗമായി കടലാസുകൾ കൂട്ടിയിട്ട് തീ കത്തിച്ചു എന്നും അതിൽ നിന്നാണ് ഈ വടകര താലൂക്ക് ഓഫീസ് കത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായത് എന്നുള്ളതുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഏതായാലും അതിനെയൊക്കെ കോടതി നിരാകരിക്കുകയാണ്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു നാരായണ സതീഷിലേക്ക് എത്തിയ സംഭവം, ഒപ്പം തന്നെ ഈ തീപിടുത്തം, ഇതിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നു. ഇനി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ആരാണ്, ഏത് രീതിയിലാണ് ഇത്തരത്തിൽ ഈ ഒരു വടകര താലൂക്ക് ഓഫീസിന് തീവയ്ക്കാനിടയായ സംഭവം, ആരാണ് തീവച്ചത് എന്നുള്ള ആ ഒരു സംശയങ്ങൾ തന്നെയാണ് പ്രജിത്ത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.